പുതുവർഷത്തിൽ അമേരിക്കയിലെ ന്യൂ ഓർലിയൻസിൽ ജനക്കൂട്ടത്തിലേക്ക് പിക്കപ്പ് ട്രക്ക് ഇടിച്ചുകയറ്റിയ സംഭവത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 15ആയി. 35 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. ന്യൂ ഓർലിയൻസിലെ ബർബൺ സ്ട്രീറ്റിലാണ് അപകടമുണ്ടായത്. ബർബൺ സ്ട്രീറ്റിൽ പുതുവർഷ ആഘോഷത്തിനിടെ ആക്രമണം നടത്തിയത് 43-കാരനായ US പൗരൻ ഷംസുദ്ദീൻ ജബ്ബാറാണെന്ന് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വ്യക്തമാക്കി. ഷംസുദ്ദീന്റെ വാഹനത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പതാകയും സ്ഫോടക വസ്തുക്കളും തോക്കും കണ്ടെത്തിയെന്നും FBI അറിയിച്ചു. ഹൂസ്റ്റണിൽ താമസിക്കുന്ന ഷംസുദ്ദീൻ റിയൽ എസ്റ്റേറ്റ് ഏജന്റാണെന്നും 2 കേസുകളിൽ പ്രതിയാണെന്നും റിപ്പോർട്ടുണ്ട്. ഭീകരാക്രമണ സാധ്യത തള്ളാതെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. 2007 മുതൽ 2020 വരെയായിരുന്നു സൈന്യത്തിൽ പ്രവർത്തിച്ചത്. സ്റ്റാർ സർജൻ റാങ്കിലാണ് വിരമിച്ചത്. 2009 ഫെബ്രുവരി മുതൽ 2010 ജനുവരി വരെ അഫ്ഗാനിസ്ഥാനിൽ US ആർമിക്കായി ജോലി ചെയ്തിരുന്നു. ഇതിനു മുൻപ് 2004 1 മാസം ഇയാൾ US നാവികസേനയിലും ജോലി ചെയ്തിരുന്നു. ടെക്സസിലെ ബ്യൂമോണ്ടിലാണ് ഷംസുദ്ദീൻ ജനിച്ചത്. 2 തവണ വിവാഹമോചനം നേടിയ വ്യക്തിയാണ് ഇയാളെന്നാണ് ദി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പുതുവർഷം ആഘോഷിക്കുന്നവർക്കിടയിലേക്ക് പിക്കപ്പ് ട്രക്ക് ഇടിച്ചു കയറ്റിയതിന് പിന്നാലെ പുറത്തിറങ്ങി മറ്റുള്ളവരെ വെടിവെച്ചതോടെ പോലീസ് ഇയാളെ വെടിവെച്ച് കൊന്നിരുന്നു. വിനോദസഞ്ചാര കേന്ദ്രമായ ഇവിടെ 10,000-ങ്ങളാണ് പുതുവർഷം ആഘോഷിക്കുവാനായി എത്തിയിരുന്നത്. അമേരിക്കയിലെ നൈറ്റ് ലൈഫ് ആഘോഷ കേന്ദ്രങ്ങളിലൊന്നിലാണ് വലിയ ആക്രമണം നടന്നിരിക്കുന്നത്.